നമുക്കിന്ന് ഒരു വിജയിച്ച പെൺകുട്ടിയുടെ ജീവിതം ഒന്ന് കാണാം. തീരെ സാമ്പത്തികമില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ച് ആ പെൺകുട്ടി പിന്നീട് പഠിച്ചു വളർന്ന് ഇപ്പോൾ ആ കുട്ടി ഒരു ഡോക്ടറാണ്. ആ പെൺകുട്ടിയുടെ എല്ലാവർക്കും ഇൻസ്പിറേഷൻ ലഭിക്കുന്ന ആ ജീവിതത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം നമുക്കൊന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പെൺകുട്ടി, ഫാത്തിമ IS. അതെ, ഒരു സെൽഫ് ഇൻട്രോ പറഞ്ഞു. ഞാൻ ഫാത്തിമ IS, കൊല്ലം ജില്ലയിലെ പഴയാറ്റൻകുടി എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. എന്റെ 10ാം ക്ലാസ് വരെയുള്ള പഠനമെല്ലാം തട്ടാമല ഗവൺമെന്റ് GBHS ഇരയപുരത്തായിരുന്നു. അതിനുശേഷം ഞാൻ ഗവൺമെന്റ് മോഡൽ ബോയ്സിൽ +2 വരെ പഠിച്ചു. പിന്നീട് BSc ഫിസിക്സ് SN വിമൻസ് കോളേജിൽ നിന്ന് പൂർത്തിയാക്കി. അതിനുശേഷമാണ് ഞാൻ കാസർഗോട്ടേക്ക് മാറിയത്. അവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലായിരുന്നു MSc ഫിസിക്സ് പഠനം പൂർത്തിയാക്കിയത്. അതിനുശേഷം 1 വർഷം ഞാൻ ഒരു JRF ആയിട്ട് നൈപ്പർ അഹമ്മദാബാദ് വർക്ക് ചെയ്തു. പിന്നീടാണ് PhD-ക്കായിട്ട് മൊഹാലിയിലേക്ക് പോയത്. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി മൊഹാലിയിൽ അഫിലിയേറ്റഡ് ആയിട്ട് ഐസർ മൊഹാലിയിലാണ് ഞാൻ ഇപ്പോൾ PhD പഠനം പൂർത്തിയാക്കിയത്. ഇപ്പൊ ഡോക്ടറാണ്. ഇപ്പോൾ ഡോക്ടർ ഫാത്തിമ IS ആയിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എന്തായിരുന്നു ജീവിതത്തിന്റെ ഒരു രേഖാചിത്രം? എങ്ങനെയാണ് സാധാരണ ഒരു പാവപ്പെട്ട ഫാമിലിയിൽ ജനിച്ച് പഠിച്ചു വളരുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ്. പക്ഷെ അവിടെ നിന്നും എങ്ങനെയാണ് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്റെ വീട്ടുകാർ കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിന്നു. പ്രത്യേകിച്ച് എന്റെ ഉമ്മയുടെ കാര്യം പറയേണ്ടത്. ഉമ്മ ഇത്രയും കഷ്ടപ്പാടിനിടയിലും ജോലിക്ക് പോയി ട്യൂഷന് വിട്ടൊക്കെയാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോ ആ ഒരു ഇൻസ്പിറേഷൻ ആണ് എനിക്ക് ഇത്രയൊക്കെ നേടണം എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിച്ചത്. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് +2 കഴിഞ്ഞിട്ട് +2 മാർക്ക് വെച്ചിട്ട് ഫെലോഷിപ്പ് കിട്ടുന്നുണ്ടായിരുന്നു DST ഫുൾ A+ ഉണ്ടായിരുന്നു 10 +2-നൊക്കെ. അത് കഴിഞ്ഞ് DST ഇൻസ്പയർ ഫെലോഷിപ്പോടുകൂടിയാണ് ഞാൻ ഇപ്പോൾ PhD വരെയും പഠനം പൂർത്തിയാക്കി. ഫാമിലിയില് ഉമ്മയും വാപ്പയും അനിയത്തിയാണുള്ളത്. അനിയത്തി നേഴ്സാണ്. അവളുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ പിന്നെ എന്റെ പഠനം പൂർത്തിയായിട്ടും മതി കല്യാണം സെറ്റിൽ ആവണം എന്നുള്ള ഒരു ഇതിലിപ്പം പൊക്കോണ്ടിരിക്കും. സാമ്പത്തികം അതിന്റെ ഫാക്ടറാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഞാൻ പഠിച്ചത് ഒരു സാധാരണ ഗവൺമെന്റ് സ്കൂളിലാണ്. പക്ഷെ നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടും. ഇപ്പം +2-ൽ എന്റെ മാർക്ക് വെച്ചിട്ട് എനിക്ക് BSc പഠിക്കാനായിട്ട് ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. DST ഇൻസ്പയർ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോ ഓരോ വർഷവും അതിന്റെ ആനുവൽ റിപ്പോർട്ട് കൊടുത്ത് നമ്മൾ നല്ല മാർക്ക് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഫെലോഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഒരിക്കലും പണം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റുമുള്ള എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ 10ാം ക്ലാസ് ജയിച്ചപ്പോഴാണെങ്കിലും +2 ജയിച്ചപ്പോഴായാലും ഒരുപാട് സമ്മാനങ്ങൾ അവാർഡുകളൊക്കെ നൽകി ആദരിച്ച് ഒരുപാട് സഹായങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ചുറ്റുമുള്ള എല്ലാവരും അതിനെ സഹായിക്കും. ഇവൻ ഗവൺമെന്റിൽ നിന്നാണെങ്കിൽ നമുക്ക് സഹായങ്ങൾ കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഒരു ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴെങ്കിലും ഈ ജീവിതത്തില് പഠിത്തം നിർത്തി ഇതൊന്നും വേണ്ട എന്ന് തോന്നുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? അങ്ങനെ ഇതൊന്നും വേണ്ട എന്ന സിറ്റുവേഷൻ വന്നിട്ടില്ല. പക്ഷെ PhD ഘട്ടത്തിൽ ഈ ഒരു 5 വർഷം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടഫായിരുന്നു. അപ്പൊ അതിലിങ്ങനെ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഉമ്മ ആണ് എനിക്ക് പൂർണ്ണ സപ്പോർട്ട് തന്നിട്ടുള്ളത്. നീ എന്താണ് റോൾ മോഡൽ ഉമ്മ ആണ്. ഇനി എന്തൊക്കെ വന്നാലും കുഴപ്പമില്ല, നിനക്ക് എന്താണോ പറ്റുന്നത് അത്രയും ചെയ്താൽ മതി, അങ്ങനെ ഒരു കാര്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പോയിന്റിലാണ് ഞാൻ ഇത്രയും നാൾ പിടിച്ചിരുന്നത്. ഫാത്തിമയുടെ ഉമ്മയും മാമയും നമ്മളോടൊപ്പം ഉണ്ട്. എന്താ പേര്? സജീന. എന്താണ് മോളെ കുറിച്ച് പറയാനുള്ളത്? ഈ സാധാരണ ഈ ഒരു ഇത്രയും സ്ട്രഗിൾ ടൈമിൽ നിന്നും ഈ ഒരു സക്സസിലേക്ക് എത്തി. എന്റെ മോളാണ് എന്റെ എല്ലാ ഭാഗ്യവും. മുട്ടിക്കൂടെ ഞാൻ എന്റെ കഷ്ടപ്പാട് അറിയിക്കാതെ എന്റെ മോളെ വളർത്തിയത്. ഞാൻ ഒന്നും അറിയിക്കത്തില്ല. അതുകൊണ്ട് എന്റെ മോൾ ഇത്ര ഉയർച്ച വന്നത്. ഒരു വിഷമങ്ങളും അവളെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ മോൾ ഇന്ന് ഞാൻ ജയിച്ചു നിൽക്കുന്നത് കരുതിയാൽ മതി. തീർച്ചയായും അടുത്ത ലക്ഷ്യത്തിലെത്തിയപ്പോൾ വളരെ സന്തോഷം. അതെ അതെ അതെ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമാണ്. നാടിന് തന്നെ അഭിമാനമാണ്. ചെറിയൊരു കാര്യമല്ല, വലിയ കാര്യമാണ്. നമ്മളെ ഫാമിലി ഡോക്ടറേറ്റ് കിട്ടിയ വളരെയേറെ സന്തോഷം. നമ്മളെ ചുറ്റുപാടിൽ അങ്ങനെ കിട്ടിയ ഒരു അറിവ് നമുക്ക് ഇല്ല. അതെ, തീർച്ചയായും നാടിനും അഭിമാനമാണ്. അഭിമാനമാണ്. ഇനി ഉയരങ്ങളിലേക്ക് എത്തട്ടെ. തീർച്ചയായും. അപ്പൊ വളരെ സന്തോഷം. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസത്തിന് പണം ഒരു ഘടകമല്ല എന്ന് ഫാത്തിമ നമുക്ക് നമ്മുടെ സമൂഹത്തിന് പറഞ്ഞു തരികയാണ്.
ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഫാത്തിമയുടെ ജീവിതം എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എന്താണ് അവസാനമായി പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും സ്വപ്നങ്ങൾക്ക് ലിമിറ്റേഷൻ കൽപ്പിക്കരുത് അല്ലെ? അതെ അതെ തീർച്ചയായും നമ്മൾ സ്വപ്നം കാണുക. നമ്മളൊരു കുന്നോളം സ്വപ്നം കണ്ടാലേ കുന്നിക്കുരുവോളം കിട്ടത്തോളം. അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഒരുപാട് മാരേജിനെ കുറിച്ച് ഇനിയിപ്പോ കല്യാണം നോക്കുന്നുണ്ടോ? ഉടനെ എന്തായാലും ഇല്ല. ജോലി എവിടെയാണ് നിലവിൽ? ഇപ്പൊ ഞാൻ IISc ബാംഗ്ലൂരിൽ ഒരു IPDF ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ജോയിൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പൊ. വളരെ നന്ദി പ്രതികരിച്ചു.